നമസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിക്കുകയാണ്. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഉച്ചവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 40% മുകളിലാണ് മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പഞ്ചായത്തും നഗരസഭയും തിരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ 3 പഞ്ചായത്തിലും നഗരസഭയിലും 40% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നത് പോലെ ഇഞ്ചോടിഞ്ച് പോളിംഗ് ആണ് ഈ 4 നടക്കുന്നത്. 3 പഞ്ചായത്തൊപ്പം തന്നെ ഒരു നഗരസഭയിൽ 41% കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ മാത്തൂര്, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം 40 കടന്നിരിക്കുകയാണ്. ഇതിൽ ഇഞ്ചോടിഞ്ച് പോളിംഗ് എന്ന് പറയാവുന്നത് ഈ പറയുന്ന മാത്തൂരും ഒപ്പം തന്നെ നഗരസഭയും തമ്മിലാണ്. ഈ പോളിംഗ് ഉയരുന്നത് 3 മുന്നണികൾക്കും പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അകമേ ഒരു ചങ്കെടുപ്പ് ഏറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നഗരസഭയുടെ കാര്യം നോക്കിയാൽ നഗരസഭയിൽ പരമ്പരാഗതമായിട്ട് നമുക്കറിയാം BJPക്കാണ് മുൻതൂക്കം. അവിടെ ഇത്തവണയും ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് BJPക്ക് തന്നെയാണ് ഗുണകരമായിട്ട് മാറുക. അതേസമയം അവിടെ BJPയുടെ മേൽക്കൈ പരമാവധി കുറയ്ക്കുക എന്നതാണ് UDF ലക്ഷ്യമിടുന്നത്. എങ്കിൽ മാത്രമേ മറ്റ് 3 പഞ്ചായത്തുകളിൽ അത് ഓവർകം ചെയ്തുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. 2021 കണക്ക് നോക്കിയാൽ അവിടെ ഏതാണ്ട് 6000 വോട്ടിന്റെ ലീഡാണ് E. ശ്രീധരൻ ഷാഫി പറമ്പിലിന് മേൽ നേടിയത്. എന്നാൽ അത് പിരായിരി പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ മറികടക്കാനും തുടർന്ന് മറ്റ് 2 പഞ്ചായത്തുകളുടെ ലീഡോടുകൂടി വിജയിക്കാനും കഴിഞ്ഞു. ഇത്തവണയും ഈ നഗരസഭയിലെ ലീഡാണ് BJP ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് അതേസമയം തന്നെ അവിടെ BJPയുടെ ലീഡ് പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. LDFനെ സംബന്ധിച്ച് നഗരസഭയിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. കഴിഞ്ഞ 2 തവണയും അവർ വളരെ പിറകിലാണ്. 2021 കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 17,000-18,000 വോട്ടുകൾ മാത്രമാണ് നഗരസഭയിൽ അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതിൽ നിന്നും അവർക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരു മേൽക്കൈ നഗരസഭയിൽ നേടാൻ അവർക്ക് ഇത്തവണയും കഴിയില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പഞ്ചായത്തുകളിലാണ് LDFന് മേൽക്കൈ ഉള്ളത്. അതിലും കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളാണ് അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള 2 പഞ്ചായത്തുകൾ. പിരായിരി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു മേഖലയാണ്. അവിടെ 2021 6000 വോട്ടുകളുടെ ലീഡാണ് LDFന് മേൽ UDF നേടിയത്. BJP അവിടെ 3-ാം സ്ഥാനത്ത് പോയി. മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകളിൽ CPIM അല്ലെങ്കിൽ LDFനാണ് ലീഡ് ഉള്ളത്. കണ്ണാടി പഞ്ചായത്തിൽ ഏതാണ്ട് 30 വോട്ടിന്റെ ലീഡ് മാത്രമാണ് അതേസമയം LDFന് UDFന് മേൽ നേടാനായത്. ഒപ്പം മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത് ഏതാണ്ട് 113 മാത്രവുമാണ്. ഈ 2 പഞ്ചായത്തുകളിലും BJP വളരെ പിറകിൽ പോയി 3-ാം സ്ഥാനത്തേക്ക് പോയി. അതാണ് UDFന്റെ വിജയത്തിൽ നിർണായകമായത്. ഇത്തവണയും ഈ കണക്കുകളിലാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പിരായിരി പഞ്ചായത്തിൽ പരമാവധി പോളിംഗ് ശതമാനം ഉയരുന്നത് UDFനെ സംബന്ധിച്ച് ഗുണകരമാകും. മറ്റ് 2 മാത്തൂരിലും ഒപ്പം തന്നെ കണ്ണാടിയിലും അവിടെയും പോളിംഗ് ഉയരുമ്പോൾ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് അവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ LDFന് ഉണ്ടായിരുന്നത്. അത് മറികടന്ന് കുറച്ച് കൂടുതൽ വോട്ട് നേടി അവിടെയും ഭൂരിപക്ഷം നേടുക എന്നാണ് UDF ലക്ഷ്യമിടുന്നത്. അവിടെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കാര്യമായ ഒരു മേൽക്കൈ 2 ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അതേസമയം LDF നഗരസഭ മാറ്റി നിർത്തിയാൽ പോലും ഈ 3 തങ്ങൾക്ക് ശക്തമായ ഒരു മേൽക്കൈ നേടാൻ കഴിയും. പ്രത്യേകിച്ചും മാത്തൂരിലും കണ്ണാടിയിലും തങ്ങൾക്ക് കൂടുതൽ കഴിഞ്ഞ തവണത്തെക്കാളിലും കൂടുതൽ വോട്ടുകൾ നേടാനും അല്ലെങ്കിൽ 2 വിജയിക്കാൻ കഴിയുന്ന രീതിയിലൊരു മെജോറിറ്റി നേടാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തവണ പിരായിരിയിൽ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുമാണ് LDF കണക്ക് കൂട്ടുന്നത്. എന്തായാലും അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് ഇതുവരെയുള്ള പോളിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോളിംഗ് ആണ് 3 പഞ്ചായത്തുകളിലൊപ്പം തന്നെ നഗരസഭയിലും നടക്കുന്നത്. അത് 3 മുന്നണികളിലും 3 സ്ഥാനാർത്ഥികളിലും പ്രതീക്ഷയ്ക്കൊപ്പം ആശങ്കയും ഏറ്റുന്നുണ്ട്.